തമിഴിൽ മാത്രമല്ല മലയാളത്തിലും കൊടൂര വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പേടിപ്പെടുത്തുന്ന വില്ലൻ വേഷങ്ങളിലെത്തിയ നടനായിരുന്നു എം.എൻ. നമ്പ്യാർ. 1935 പുറത്തിറങ്ങിയ ഭക്തരാമദോസ് എന്ന തമിഴിലും ഹിന്ദിയിലും ചിത്രീകരിച്ച സിനിമയിൽ ഒരു കോമഡി വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് എം.എൻ. നമ്പ്യാർ ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് 1946 വിദ്യാപതി, 47 രാജകുമാരി, കാഞ്ചൻ എന്നീ സിനിമകൾ അഭിനയിച്ചു. പിന്നീട് എൻ വീട്ടിൽ പിള്ളൈ, 1001, നാടോടി മന്നൻ, നാളെ നമ്പാതെ തുടങ്ങി ഒരുപാട് ഫേമസ് കഥാപാത്രങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചു. 1919 കണ്ണൂരിലെ മയ്യിലിനടുത്തുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. മലയാളിയായ എം.എൻ. നമ്പ്യാർ തമിഴ് സിനിമയിലായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. ഏതാനും മലയാള സിനിമകളിലും കൊടൂര വില്ലനായി ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത വാക്കാണ് റോബർട്ട്. 1935 മുതൽ 2006 വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന എം.എൻ. നമ്പ്യാരുടെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം വിജയകാന്ത് നായകനായി 2006 സ്വദേശി എന്ന ചിത്രമാണ്. ജയറാം നായകനായി 2001 റിലീസായ ഷാർജ ടു ഷാർജ എന്ന സിനിമയിലാണ് മലയാളത്തിൽ എം.എൻ. നമ്പ്യാർ അവസാനമായി അഭിനയിക്കുന്നത്. 2008 നവംബർ 19 എം.എൻ. നമ്പ്യാർ മരണപ്പെടുന്നത്. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഏറെ നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം. മരിക്കുമ്പോൾ എം.എൻ. നമ്പ്യാരുടെ പ്രായം 89 വയസ്സായിരുന്നു. എം.ജി.ആർ. ഒരു കാലത്തെ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരമായിരുന്ന എം.ജി.ആർ. 1936 പുറത്തിറങ്ങിയ സതി ലീലാവതി എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ വേഷങ്ങളിലായി 10 വർഷത്തോളം സപ്പോർട്ടിംഗ് റോളുകൾ അവതരിപ്പിച്ച എം.ജി.ആർ. 1947 പുറത്തിറങ്ങിയ രാജകുമാരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ലീഡ് റോളിലേക്ക് എത്തുന്നത്. പിന്നീട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ഇദ്ദേഹം മാറി. ഒരു ആക്ഷൻ ഹീറോ ഇമേജ് അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്നു. മന്ത്രികുമാരി, മരുത്തനാട്, ഇളവരസി തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായി സൂപ്പർ ഹിറ്റുകളായി തമിഴിൽ വന്നു. എം.ജി.ആർ. നായകനായി 1955 പുറത്തിറങ്ങിയ ആലിബാബയും 40 തിരുടരും എന്ന സിനിമയാണ് തമിഴിൽ ആദ്യമായി ഫുൾ ലെങ്തിൽ കളറിൽ വന്ന ചിത്രം. സിനിമയോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന എം.ജി.ആർ. പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും തമിഴ്നാട് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 1978 റിലീസായ മധുരയായി മീട്ട സുന്ദര പാണ്ഡ്യൻ എന്ന ചിത്രമാണ് എം.ജി.ആറിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. ഈ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമയായിരുന്നു. പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്ന് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എം.ജി.ആർ. 1987 ഡിസംബർ 24 എം.ജി.ആർ. മരണപ്പെടുന്നത്. ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം. മരിക്കുമ്പോൾ എം.ജി.ആറിൻ്റെ പ്രായം 70 വയസ്സായിരുന്നു. മദ്രാസിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. തമിഴ് സിനിമയിലെ നടികർ തിലകം എന്നറിയപ്പെടുന്ന നടനാണ് ശിവാജി ഗണേശൻ. 288 സിനിമകളിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ 250 സിനിമകളിലും പ്രധാന വേഷത്തിൽ നായകനായി അഭിനയിച്ചെന്ന റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. 1952 പുറത്തിറങ്ങിയ പരാശക്തി എന്ന സിനിമയിലൂടെയാണ് ശിവാജി ഗണേശൻ സിനിമ അഭിനയം ആരംഭിക്കുന്നത്. ആദ്യ സിനിമ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സാമ്പത്തികമായി വലിയ വിജയം നേടുകയും ചെയ്തു. ഏകദേശം 175 ദിവസത്തിലേറെ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. 40 ആഴ്ചകളിലേറെ ഈ ചിത്രം ശ്രീലങ്കയിലും പ്രദർശിപ്പിച്ചിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചു. നായകനായും വില്ലനായും നിരവധി കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമായി മാറി. പാലും പഴവും, ഇരുമ്പുതുറൈ, പടികാത്ത മേധൈ, പാവ മന്നിപ്പൂ തുടങ്ങി ഒരുപാട് കൊമേഴ്ഷ്യൽ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറി ശിവാജി ഗണേശൻ. 1954 കല്യാണം, പണ്ണിയും ബ്രഹ്മചാരി, സബാഷ് മീന, ഊട്ടി വരൽ ഉറുവ് തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ കോമഡി വേഷങ്ങളിലും ശിവാജി ഗണേശൻ തകർത്തഭിനയിച്ചു. സിനിമ അഭിനയത്തോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിരുന്ന നടനായിരുന്നു ശിവാജി ഗണേശൻ. 1999 പുറത്തിറങ്ങി രജനികാന്ത് നായകനെത്തിയ പടയപ്പ എന്ന ചിത്രത്തിലാണ് ശിവാജി ഗണേശൻ അവസാനമായി അഭിനയിച്ചത്. അതേ വർഷം തന്നെ റിലീസായ
പൂപ്പരിക്ക വരികോം എന്ന സിനിമയാണ് ശിവാജി ഗണേശൻ്റെതായി അവസാനമായി റിലീസായ സിനിമ. 1997 റിലീസായി മോഹൻലാൽ നായകനായെത്തിയ ഒരു യാത്രാമൊഴി എന്ന സിനിമയിലാണ് മലയാളത്തിൽ ശിവാജി ഗണേശൻ അവസാനമായി അഭിനയിച്ചത്. 1951 മുതൽ 1999 വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന ശിവാജി ഗണേശൻ മരണപ്പെടുന്നത് 2001 ജൂലൈ 21 ചെന്നൈയിൽ വെച്ചാണ്. മരിക്കുമ്പോൾ ശിവാജി ഗണേശന്റെ പ്രായം 72 വയസ്സായിരുന്നു. വിനു ചക്രവർത്തി ക്യാരക്ടർ റോളുകളിലും വില്ലൻ വേഷങ്ങളിലും അഭിനയിച്ച വിനു ചക്രവർത്തി തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായി ഏകദേശം 1000-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തങ്കച്ചി, വരദക്ഷണ, തർക്കൊല, ഇന്ന നാടകം ആടുക. 30ഓളം മലയാള സിനിമയിൽ അഭിനയിച്ച ഇദ്ദേഹം 900 സിനിമകൾ തമിഴിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്. 1945 ജനിച്ച വിനു ചക്രവർത്തി പോലീസ് ഉദ്യോഗസ്ഥനായും പിന്നീട് റെയിൽവേയിലും ജോലി ചെയ്തതിനു ശേഷമാണ് അഭിനയത്തോടുള്ള താല്പര്യം കാരണം ഡ്രാമ ട്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നത്. കന്നഡ സിനിമയിൽ തിരക്കഥാ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 1977 പുറത്തിറങ്ങിയ പരസങ്കട ഗണ്ടത്തിമ, ഞാൻ പറഞ്ഞു ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സിനിമ അഭിനയത്തിലേക്ക് കടക്കുന്നത്. 1988 പുറത്തിറങ്ങിയ സംഘം എന്ന മലയാള സിനിമയിലാണ് ആദ്യം ഇദ്ദേഹം അഭിനയിക്കുന്നത്. പിന്നീട് ശ്രദ്ധേയമായ ഒരുപാട് വേഷങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ മേലേപ്പറമ്പിൽ ആൺവീട്, ലേലം, നാടൻ പെണ്ണും, നാട്ടുപ്രമാണിയും, തെങ്കാശിപ്പട്ടണം എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്നതുമാണ്. 1977 മുതൽ 2014 വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന വിനു ചക്രവർത്തിയുടേതായി 2014 പുറത്തിറങ്ങിയ വായ് മൂടി പേസും, അതുപോലെ മലയാളത്തിൽ സംസാരം, ആരോഗ്യത്തിന് ഹാനികരം എന്നീ ചിത്രങ്ങളാണ് അവസാനമായി റിലീസായ സിനിമകൾ. ഏപ്രിൽ 27, 2017 ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 71 വയസ്സായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. അടുത്തത് നടൻ വിവേക്. കോമഡി വേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത്. 90കളിലും 2000കളിലൊക്കെ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ കൊമേഡിയൻ ആയിരുന്നു വിവേക്. 1961 തെങ്കാശിയിൽ ജനിച്ച വിവേക് 1987 കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത മന്നത്തിൽ ഉരുതി വീണ്ടും എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് 150-ലേറെ സിനിമകളിൽ ശ്രദ്ധേയമായ കോമഡി വേഷങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ മികച്ച കൊമേഡിയൻ ആക്ടർക്കുള്ള ഫിലിം ഫെയർ അവാർഡ് 3 തവണയും തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് 1 തവണയും നേടിയിട്ടുണ്ട്. കൂടാതെ 2009 ഇദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. 5 രൂപ ബിരിയാണി സാപ്പിട്ടേ. 5 രൂപ ബിരിയാണിയാ? തമിഴിലെ സൂപ്പർ താരങ്ങളായ രജനികാന്ത്, വിജയ്, കമൽഹാസൻ തുടങ്ങിയ ഒട്ടുമിക്ക താരങ്ങളോടൊപ്പം ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസൻ നായകനായി 2024 പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 എന്ന സിനിമയിലാണ് വിവേക് അവസാനമായി അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ ഏതാനും ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ഇദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിലും ബാക്കി ഭാഗങ്ങൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൂർത്തിയാക്കി. 2021 ഏപ്രിൽ 17 ഇദ്ദേഹം ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത്. ഹൃദയസംബന്ധമായ അസുഖമായിരുന്നു മരണകാരണം. മരിക്കുമ്പോൾ വിവേകിന്റെ പ്രായം 59 വയസ്സ് മാത്രമായിരുന്നു. അടുത്തത് നടൻ രഘുവരൻ. വില്ലനായും നായകനായും സഹനടനായും മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 200-ലേറെ സിനിമകൾ അഭിനയിച്ച നടനാണ് രഘുവരൻ. മലയാളിയായ രഘുവരൻ 1958 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ജനിക്കുന്നത്. സിനിമാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങി ചാൻസുകൾക്കായി അലഞ്ഞ രഘുവരന് 1982 പുറത്തിറങ്ങിയ 7ാമത് മനിതൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അവസരം ലഭിക്കുന്നത്. അതേ വർഷം മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ കക്ക എന്ന സിനിമയിലും നല്ലൊരു വേഷത്തിൽ രഘുവരൻ എത്തി. പിന്നീട് അങ്ങോട്ട് ഏതാനും ചില സിനിമകളിൽ നായകനായതിനു ശേഷം പിന്നീട് വില്ലൻ വേഷങ്ങളിൽ കൂടുതലും നമ്മൾ പ്രേക്ഷകർ രഘുവരനെ കണ്ടു. വ്യത്യസ്തമായ ഇദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയും ശബ്ദവും പ്രേക്ഷകരെ കൂടുതൽ രഘുവരനിലേക്ക് അടുപ്പിച്ചു. മലയാളത്തിലും ഏതാനും ചില സിനിമകളിൽ നായകനായി അഭിനയിച്ച രഘുവരൻ രുക്മ, വ്യൂഹം, ദൈവത്തിന്റെ വികൃതികൾ, കിഴക്കൻ പത്രോസ്, കവചം, സൂര്യമാനസം എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ ഇന്നും മലയാള പ്രേക്ഷകർ ഓർത്തിരിക്കുന്നവയാണ്.
ധനുഷ് നായകനായി 2008 പുറത്തിറങ്ങിയ യാരടീനി മോഹിനി എന്ന ചിത്രത്തിലാണ് രഘുവരൻ അവസാനമായി അഭിനയിച്ചത്. രഘുവരന്റെ മരണശേഷമായിരുന്നു ഈ സിനിമ റിലീസായത്. ഇതുകൂടാതെ തമിഴിൽ 2009 അതാത് എന്നും അഴക്, 2012 ഉള്ളം എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ മരണശേഷം റിലീസായിരുന്നു. ലഹരി വസ്തുക്കളും മദ്യവും അമിതമായി ഉപയോഗിച്ചിരുന്ന രഘുവരൻ 2008 മാർച്ച് 19 മരിക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ നാശമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണ കാരണമായിരുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രായം 49 വയസ്സ് മാത്രമായിരുന്നു. 2009 പുറത്തിറങ്ങിയ കന്തോസ്വാമി എന്ന സിനിമയുടെ ചിത്രീകരണത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് ആശിഷ് വിദ്യാർത്ഥിയെ വെച്ച് ആ കഥാപാത്രം പൂർത്തീകരിക്കുകയായിരുന്നു. അടുത്തത് തമിഴിലെ സൂപ്പർ താരം വിജയകാന്ത് ആണ്. 1952 ജനിച്ച വിജയകാന്ത് യാതൊരു രീതിയിലുള്ള സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അഭിനയത്തിൽ താല്പര്യം തോന്നി ചെന്നൈയിലെത്തി ചാൻസ് അന്വേഷിച്ചാണ് സിനിമയിലെത്തുന്നത്. നമുക്ക് അടക്കമാർക്കും തെരിയും, അറുവാടുക്കും തെരിയും. ആദ്യകാലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിൽ ഒരുപാട് സിനിമകളിൽ നിന്നും ഇദ്ദേഹത്തെ റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 1978 പുറത്തിറങ്ങിയ എൻ കേൾവിക്ക് എന്നെ ബദൽ എന്ന ചിത്രത്തിൽ രജനികാന്തിന്റെ അനിയനായി അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് 100 രൂപ അഡ്വാൻസ് കൊടുക്കുകയും ഇദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാകുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തെ ആ സിനിമയിൽ നിന്നും മാറ്റുകയായിരുന്നു. നാം അടിച്ച ഒരു അർത്ഥം ഇരിക്കണം. 1979 പുറത്തിറങ്ങിയ ഇനിക്കും ഇളമേ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത്. പിന്നീട് ഏതാനും ചില സിനിമകൾ പരാജയപ്പെട്ടതിനു ശേഷം ശക്തമായ തിരിച്ചുവരവായിരുന്നു വിജയകാന്ത് നടത്തിയത്. 1981 പുറത്തിറങ്ങിയ ശിവപ്പു മല്ലി എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ജാതിക്കൊരു നീതി എന്ന ചിത്രത്തിലൂടെ വിജയകാന്ത് തമിഴ്നാട്ടിലെ പോപ്പുലർ സ്റ്റാറായി മാറി. தென்பாண்டி சிங்கம் எங்க இருந்தாலும் சிங்கம் சிங்கம் தான். പിന്നീട് പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ പ്രഭാകരൻ, ഭരതൻ, രാജദുരൈ തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നവയാണ്. പിന്നീട് ഒരുപാട് സിനിമകളുടെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷമാണ് സ്വന്തമായി അദ്ദേഹം 2005 രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും ഇലക്ഷനിൽ മത്സരിക്കുന്നതും MLA ആയി 2 തവണ തിരഞ്ഞെടുക്കപ്പെടുന്നതും. 2015 പുറത്തിറങ്ങിയ സഗപഥം എന്ന ചിത്രത്തിലാണ് വിജയകാന്ത് അവസാനമായി അഭിനയിക്കുന്നത്. ഈ സിനിമയിൽ ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. 2010 റിലീസായ വിരുദഗിരി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി ഒരു മുഴുനീള റോളിൽ അഭിനയിച്ചത്. പിന്നീട് ഒരുപാട് വർഷം രോഗം ബാധിച്ച് കിടപ്പിലായ വിജയകാന്ത് മരണപ്പെടുന്നത് 2023 ഡിസംബർ 28 മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 71 വയസ്സായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. അടുത്തത് നടനും സംവിധായകനുമായ മണിവർണ്ണനാണ്. 90കളുടെ അവസാനത്തിലും 2000കളിലൊക്കെ തമിഴ് സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു മണിവർണ്ണൻ. വില്ലൻ വേഷങ്ങളിലും കോമഡി റോളുകളിലും ക്യാരക്ടർ റോളുകളിലുമായി ഇദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുത്തിരുന്നു. തിരക്കഥാകൃത്തായി സിനിമയിലെത്തിയ ഇദ്ദേഹം 1982 പുറത്തിറങ്ങിയ ഗോപുരങ്ങൾ സൈവതിലെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് സംവിധാന രംഗത്തേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഏകദേശം 50 സിനിമകൾ കൃത്യമായി സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം കൂടുതലും അഭിനയത്തിലേക്ക് കടക്കുന്നത്. ശിവാജി ഗണേശൻ, കമൽഹാസൻ, രജനികാന്ത്, സത്യരാജ്, വിജയകാന്ത്, മോഹൻ, കാർത്തിക് തുടങ്ങി ഒരുപാട് പ്രമുഖ നായകന്മാരോടൊപ്പം ഇദ്ദേഹം ക്യാരക്ടർ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 90കളുടെ അവസാനത്തോടു കൂടിയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1998 ഒരു ദിവസം തന്നെ ഇദ്ദേഹത്തിന്റെ 6 സിനിമകളാണ് ഒരുമിച്ച് റിലീസായത്. 2013 പുറത്തിറങ്ങിയ നാഗരാജ ചോളൻ MLA എന്ന ചിത്രമാണ് ഇദ്ദേഹം അവസാനമായി ഡയറക്റ്റ് ചെയ്തത്. ഈ ചിത്രത്തിൽ തന്നെയാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ജൂൺ 15, 2013 മണിവർണ്ണൻ മരണപ്പെടുന്നത്. ഹൃദയാഘാതമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണ കാരണം. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 59 വയസ്സായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. അടുത്തത് തമിഴിലെ ലെജൻഡറി കോമേഡിയൻ ആക്ടറായ നാഗേഷാണ്. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 1000-ലേറെ സിനിമകളിൽ അഭിനയിച്ച നടനാണ് നാഗേഷ്. 1958 പുറത്തിറങ്ങിയ മണമുള്ള മരുതാരം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് ഒരു മികച്ച വേഷം ആദ്യമായി ലഭിക്കുന്നത്. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. നാഗേഷ് ചെറിയൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. 1961 പുറത്തിറങ്ങിയ തൈലപ്പിള്ള എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് പിന്നീട് ബ്രേക്ക് ലഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് തമിഴിലെ തന്നെ ഏറ്റവും മികച്ച കൊമേഡിയനായി മാറുകയായിരുന്നു. 1977 പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും ഇദ്ദേഹം തന്റെ ചുവടുകൾ ഉറപ്പിച്ചു. 1981 ശ്രീമാൻ ശ്രീമതി, 93 ഓ ഫാബി, 91 കളരി, 96 പുറത്തിറങ്ങിയ സ്വർണ്ണച്ചാമരം എന്നീ മലയാള ചിത്രങ്ങളിലും നാഗേഷ് അഭിനയിച്ചിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ ബലരാം എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി റിലീസായ സിനിമ. 2009 ജനുവരി 31 ഇദ്ദേഹം മരണപ്പെടുന്നത്. ചെന്നൈയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 75 വയസ്സായിരുന്നു. അടുത്തത് നടൻ ശരത് ബാബു. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളിലായി 300-ലേറെ സിനിമകൾ അഭിനയിച്ച നടനാണ് ശരത് ബാബു.
1973 പുറത്തിറങ്ങിയ രാമരാജ്യം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. 1977 പുറത്തിറങ്ങിയ പട്ടണപ്രവേശം എന്ന സിനിമയിലൂടെയാണ് തമിഴിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി. തമിഴിലെ സൂപ്പർ താരങ്ങളായ കമൽഹാസൻ, രജനികാന്ത് തുടങ്ങിയവരോടൊപ്പം നിരവധി വേഷങ്ങളിൽ ഇദ്ദേഹം എത്തി. 2023 മെയ് 22 ശരത് ബാബു ഈ ലോകത്തു നിന്നും വിട വാങ്ങുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 71 വയസ്സായിരുന്നു. 2023 പുറത്തിറങ്ങിയ വസന്തമുല്ല എന്ന ചിത്രത്തിലാണ് ശരത് ബാബു അവസാനമായി അഭിനയിച്ചത്. മല്ലിപ്പീലി, പോർതൊഴിൽ എന്നീ 2 ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണശേഷം റിലീസായത്. അടുത്തത് നടൻ കുനാൽ സിംഗ്. കാതലർ ദിനം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് കുനാൽ. 1999 കതിർ സംവിധാനം ചെയ്ത റൊമാൻറ്റിക് ചിത്രമായ കാതലർ ദിനം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമ അഭിനയം തുടങ്ങുന്നത്. ആദ്യ സിനിമ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. 2000 ദിൽ ഹേ ദിൽമേ എന്ന ചിത്രത്തിലും 2001 പാർവൈ ഒൻഡ്രെ പൊത്തുമേ എന്ന ചിത്രത്തിലും പുന്നഗൈ ദേശം എന്നീ ചിത്രമൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. 1999 മുതൽ 2007 വരെ 12ഓളം ചിത്രങ്ങളിലാണ് ഇദ്ദേഹം അഭിനയിച്ചത്. ഫെബ്രുവരി 7, 2008 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹം ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തി. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 30 വയസ്സ് മാത്രമായിരുന്നു. 2007 പുറത്തിറങ്ങിയ നൻപനിൻ കാതലി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ച് പുറത്തിറങ്ങിയത്. യോഗി എന്നൊരു ഹിന്ദി സിനിമയിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. പക്ഷേ ആ സിനിമ പുറത്തിറങ്ങിയില്ല. ഇത്രയും നടന്മാരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നടന്മാരെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്കായി സമ്മാനിച്ച് റെക്കോർഡുകൾ സൃഷ്ടിച്ച് അവരുടെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മൾ ഓർമ്മിക്കുന്ന രീതിയിലുള്ള മികച്ച വേഷങ്ങൾ ചെയ്തു വെച്ച നടന്മാരെ കുറിച്ചാണ് ഈ വീഡിയോ. ഇതുപോലുള്ള മറ്റു നടന്മാരെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ watching only for cinema.